അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ മറ്റുള്ള ആളുകളുടെ പാരവെക്കലിന് ഇരയാകാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അല്ലേ? ഈ പാരവെച്ച് അതിനിരയായ വേദനിക്കുന്ന, വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ട, വലിയ രീതിയിൽ സങ്കടം അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ടാവും. ഈ പാര വെക്കുന്ന ആളുകൾക്കോ പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളോ ലാഭങ്ങളോ ഒന്നുമില്ല. ഞാൻ എന്നെ തന്നെ പാര വെച്ച പല ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലാഭമായി ലഭിച്ചത്, എന്താണ് നേട്ടമായി ലഭിച്ചത്, നിങ്ങൾ എന്ത് നേട്ടത്തിനും ലാഭത്തിനും വേണ്ടിയാണ് ഇത് ചെയ്തത്? അപ്പോൾ അവർ തരുന്ന ഉത്തരം, അവർക്കൊന്നും നേട്ടവും ലാഭമൊന്നുമില്ല, പക്ഷെ അവർക്ക് ഒരു മനസ്സുഖം, ആ ഒരു മനസ്സുഖം ലഭിക്കാൻ വേണ്ടിയാണ് മറ്റുള്ള ആളുകൾക്ക് പാര വെക്കാനുള്ള ഒരു രീതി ചില ആളുകൾ ഉണ്ടാക്കാറുള്ളത്. എല്ലാ കാര്യത്തിനല്ല കേട്ടോ പറയുന്നത്, ചില കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് നേട്ടമൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാളുടെ വേദനകളും സങ്കടങ്ങളും അവർ പ്രയാസപ്പെടുന്നതും അവർ മറ്റുള്ള ആളുകളിൽ വഷളാകുന്ന കാണുമ്പോൾ സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഒരു ആനന്ദം, ഒരു മനസ്സുഖം. ഈ കാര്യം പറയുന്നേരം എനിക്കൊരു കഥ ഓർമ്മ വന്നത്, ഒരു ജീവിത കഥ. ഞാൻ അറിയുന്ന ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് ഒരു പെട്ടിക്കട നടത്തി ജീവിതമാർഗവുമായി മുന്നോട്ട് പോകുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ആരാണെന്നോ ആ പെട്ടിക്കട എവിടെയാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് ചുറ്റും ഒരുപാട് വീടുകളുണ്ട്. ആ വീട്ടിലൊക്കെ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ വിവാഹാലോചനകളായി ബന്ധപ്പെട്ട് ആദ്യമായി അന്വേഷണം വരിക ഈ പെട്ടിക്കടയിലാണ്. വർഷങ്ങൾക്ക് മുമ്പേയുള്ള കഥയാണ് കേട്ടോ, കഥയല്ല, യാഥാർത്ഥ്യമായി നടന്ന കാര്യം. അപ്പോൾ ഈ ഷോപ്പിൽ അന്വേഷണവുമായി വരുന്ന സമയത്ത്, ഈ പെട്ടിക്കടയിൽ അന്വേഷണവുമായി വരുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങളും പാരകളും വെച്ച് അത് മുടക്കും. ഈ മനുഷ്യൻ്റെ പ്രധാന തൊഴിലത്. എന്നിട്ട് അതിൽ നിന്ന് വലിയ സന്തോഷവും ആനന്ദവും സംതൃപ്തിയൊക്കെ കണ്ടെത്തും. ആ പാര വെച്ച് മുടക്കിയ കാര്യങ്ങൾ അവിടെ വരുന്ന മറ്റുള്ള ആളുകളോട് പറഞ്ഞ് ഉല്ലസിച്ച് രസിക്കും. അങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ ഈ മനുഷ്യൻ മുടക്കി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ മനുഷ്യൻ്റെ മക്കളും വളർന്ന് കല്യാണപ്രായത്തിൽ 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയായിരുന്നു. അതിൽ മൂത്ത പെൺകുട്ടി കല്യാണപ്രായം എത്തിയ സമയത്ത് ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ച് അന്യമതം സ്വീകരിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് ഈ മനുഷ്യന് വലിയ ഷോക്കായി മാറി. അത് മാത്രമല്ല കേട്ടോ, പിന്നീട് ആ വീട്ടിലുള്ള ഓരോ കല്യാണങ്ങളും ഈ ഒരു പേരിൽ മുടങ്ങാൻ തുടങ്ങി. ആ സമയത്ത് ഈ മനുഷ്യൻ അനുഭവിച്ച വേദന, സങ്കടം, പരിഹാസം, അത് ശരിക്കും പറഞ്ഞാൽ അതത്രയും വലിയ സങ്കടമായിരുന്നു ആ മനുഷ്യൻ പിന്നീട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കിയത്, ഞാൻ മുൻകാലങ്ങളിൽ കല്യാണം മുടക്കി ആനന്ദവും വലിയ രീതിയിൽ സന്തോഷവും കണ്ടെത്തുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ആ മുടങ്ങിയവർ, അല്ല കുടുംബക്കാർ അനുഭവിച്ച വേദന എത്ര മാത്രമുണ്ടെന്ന് സ്വയം അനുഭവത്തിൽ വന്ന സമയത്താണ് ആ മനുഷ്യൻ മനസ്സിലാക്കിയത്. പിൻകാലത്ത് ആ മനുഷ്യൻ ഈ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് ആ ഷോപ്പിൽ വരുന്ന ഓരോ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും, ഇയാൾ കല്യാണം മുടക്കിയ ഓരോ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ഈ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് വലിയ രീതിയിൽ സങ്കടപരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊരിക്കലും ഒരാളെ സങ്കടപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ നിൽക്കാൻ പാടില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ ഉപദ്രവിച്ച് ഒരാളെ സങ്കടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ വേദനിപ്പിച്ചാൽ വരും കാലം ആ വേദന നമുക്ക് ഏതെങ്കിലും രീതിയിൽ വന്നു ചേരുമെന്ന് നാം മനസ്സിലാക്കുക. അതിനു വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും എല്ലാവിധ സന്തോഷവും സമാധാനവും മാത്രം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അസ്സലാമു അലൈക്കും.